മികച്ച ഭരതനാട്യം കഥകളി കലാകാരി കൂടിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ക്യാമ്പസിലെ പുതുതായി നിർമ്മിച്ച റോഡുകളുടെ ഉദ്ഘാടന കർമ്മമാണ് അടുത്തതായി നിർവഹിക്കുന്നത്. തുടർന്ന് നവീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടന കർമ്മവും ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നു. യോഗാധ്യക്ഷൻ ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പൂർ, ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷുക്കൂർ, സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ ഡയറക്ടർ ശ്രീ M അബ്ദുറഹ്മാൻ, വേദിയിൽ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി ഷീത റോയ്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യയായ പ്രസിഡന്റ് ശ്രീമതി മിനി PV, വേദിയിലും AICTEയുടെ പ്രതിനിധിയായിട്ട് വേദിയിലുള്ള ഡോക്ടർ രമേശ്, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശ്രദ്ധേയമായ സാന്നിധ്യമായി ശ്ലാഘനീയമായ ഒട്ടേറെ നേട്ടങ്ങൾ സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കലാലയത്തിൻ്റെ വികസന വഴികളിൽ ഒട്ടേറെ തിളക്കമാർന്ന അധ്യായങ്ങൾ എഴുതി ചേർക്കുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത്. ഈ സന്ദർഭത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഈ കലാലയത്തിലെ എല്ലാ പ്രോഗ്രാമുകൾക്കും NBA അക്രഡിറ്റേഷൻ ലഭിച്ചതിലുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സന്തോഷവും അഭിമാനവും രേഖപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഔപചാരികമായ പ്രഖ്യാപനം നടത്തിയതായി അറിയിക്കുന്നു. ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഗുണനിലവാര പരിശോധനകളിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവാർന്ന നേട്ടങ്ങൾ ആർജിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ കാര്യമാണ്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 6000 കോടി രൂപയാണ് വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ പരാമർശിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിനും ഉള്ളടക്കത്തിൻ്റെ ഗുണമേന്മ വർധനവിനുമൊക്കെ ഉതകുന്ന രീതിയിൽ സമഗ്രമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. പല പദ്ധതികളിലൂടെ കിഫ്ബി, റൂസ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് നല്ല നിലയിൽ മുന്നേറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട്, അതുപോലെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്തിക്കൊണ്ട് അതിനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടും ഒക്കെ തന്നെ വലിയ നിലയിലുള്ള പാരഡൈം ഷിഫ്റ്റ് തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഏറ്റവും നൂതനമായ ആശയങ്ങൾ അടവച്ച് വിരിയിച്ച് ചിറകുകൊടുത്ത് വൈജ്ഞാനിക ആകാശങ്ങളിലേക്ക് അവരെ പറത്തിവിടാൻ ഉതകുന്ന വിധത്തിൽ ഈ ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം
എല്ലാ കലാലയങ്ങളിലും പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നാം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല നിലയിലുള്ള മുന്നേറ്റമാണ് ആ മേഖലയിൽ നടക്കുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രീസ് വകുപ്പ് മന്ത്രി ബൗദ്ധികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ദിഷണാശാലികളായിട്ടുള്ള അധ്യാപികമാർ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നിൽ നിന്നപ്പോൾ നമുക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിന് സർക്കാർ നൽകിയ ധനസഹായം, വിസാറ്റ് എന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് സർക്കാർ നൽകിയ ധനസഹായം 31 ലക്ഷം രൂപയാണ്. KDSKിൻ്റെയും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും എല്ലാം കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അവരെ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും അഭിമാനകരമായൊരു പ്രൊജക്റ്റായിട്ട് അത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. ഇന്ന് ഊർജ വിനിയോഗവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറാണ്, ഒരു വർക്ക്ഷോപ്പാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ഊർജരംഗത്തുള്ള പ്രത്യാഘാതങ്ങളും അത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന താളക്രമങ്ങളുമെല്ലാം നമുക്ക് വലിയ താളം തെറ്റിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് വലിയ വെല്ലുവിളിയായിട്ട് മനുഷ്യ രാശി ഏറ്റെടുക്കുന്ന കാലത്ത് നമ്മുടെ ഒരു കലാലയത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ സാറ്റലൈറ്റ് അതുമായി ബന്ധപ്പെട്ട് വിലപ്പെട്ട വിവരങ്ങൾ സമാഹരിച്ചുകൊണ്ട് സഞ്ചരിച്ചു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനകരമാണ്. അതുപോലെ പേറ്റന്റുകൾ നേടുന്നതിലും LBS സ്ഥാപനങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ന് സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവമായ കുതിച്ചുചാട്ടത്തിന് ലോകം സാക്ഷ്യം വഹിക്കുന്ന ഒരു സന്ദർഭമാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള മസ്തിഷ്കം മനുഷ്യ മസ്തിഷ്കത്തിനേക്കാൾ കഴിവുറ്റതാണ്. അതിനേക്കാൾ മികവാർന്ന രീതിയിൽ സർഗാത്മക പ്രവർത്തനങ്ങളടക്കം ചെയ്യാൻ സാധിക്കുന്നതായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തെ നാനാമുഖമായ വിധത്തിൽ സ്പർശിക്കുക എന്ന് ഇനിയും നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഗവേഷകരായിരിക്കും ഈ 5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാവുന്ന ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പം അത്തരത്തിൽ ഒട്ടനവധി പ്രൊജക്റ്റുകൾ ഈ കാലയളവിൽ ഏറ്റെടുക്കാനായിട്ടുണ്ട്. ഈ ഒരു ദിശാമാറ്റം വളരെ നല്ല നിലയിൽ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുള്ള മുൻപേ പറക്കുന്ന പക്ഷിയായിട്ട് LBS സ്ഥാപനങ്ങൾക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായും നമുക്ക് അഭിമാനകരമാണ്. പ്രത്യേകിച്ച് ഈ കാസർഗോഡ് ജില്ല ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങളുടെ കാര്യത്തിൽ ഇനിയും പരിമിതി നേരിടുന്ന ജില്ലയാണ്. ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇനിയും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഉള്ള സ്ഥാപനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കേണ്ടതുണ്ട്. ഈ ജില്ലയിലെ പല വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തേടി സംസ്ഥാനത്തിൻ്റെ അതിർത്തിക്കപ്പുറം പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇവിടെ മികച്ച സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അതിന് പ്രത്യേക പദ്ധതിയാണ് സർക്കാർ തയ്യാറാക്കുന്നത് എന്നുള്ള സന്തോഷകരമായ ഒരു കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാകണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. ആരോഗ്യരംഗത്തും സമാന രീതിയിലുള്ള ക്രമീകരണങ്ങൾ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പൊതുവിലുള്ള ഒരു മുന്നേറ്റം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റം NAC അക്രഡിറ്റേഷൻ്റെ കാര്യത്തിലായാലും NBA അക്രഡിറ്റേഷൻ്റെ കാര്യത്തിൽ സാങ്കേതിക വിദ്യാലയങ്ങളായാലും അതുപോലെ NIRF റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും ഒക്കെ തന്നെ മികവാർന്ന പ്രകടനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ NIRF റാങ്കിങ്ങിൽ ആദ്യ 200 റാങ്കിൽ 42 സ്ഥാപനങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ്. അത് കാണിക്കുന്നത് 21% മികച്ച കലാലയങ്ങൾ കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. ഇനിയും നമുക്ക് ആ ദിശയിൽ മുന്നോട്ട് തന്നെ സഞ്ചരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടുന്ന ഊർജം പകരാൻ നമ്മോടൊപ്പം ജനപ്രതിനിധികളുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ MLA 45 ലക്ഷം രൂപ ചെലവിലാണ് ഒരു റോഡ് ഈ സ്ഥാപനത്തിന് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്.
അതുപോലെ ഇപ്പോൾ നവീകരിക്കപ്പെട്ട ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം, അതുപോലെ ബയോ പാർക്കിൻ്റെ ശിലാസ്ഥാപനം, ഇതെല്ലാമാണ് നാം എല്ലാവരും ചേർന്ന് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ജൈവ വൈവിധ്യങ്ങളുടെ നാടാണ് കാസർഗോഡ്, അല്ലേ? സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് പറയുന്ന നിരവധി സാംസ്കാരിക സവിശേഷതകളുള്ള കാസർഗോഡ് ജില്ലയിൽ ജൈവ വൈവിധ്യവും നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ബയോ പാർക്ക്, നിറഞ്ഞ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു പ്രതിച്ഛായ എന്നുള്ള പ്രതിരൂപം എന്നുള്ള നിലയിൽ നമുക്ക് ഈ ക്യാമ്പസിൽ ഉറപ്പാക്കിയെടുക്കാൻ അധ്യാപകരും മറ്റ് എല്ലാവരും വിദ്യാർത്ഥികളും എല്ലാവരും ചേർന്ന് കൈകോർത്ത് പിടിച്ചിരിക്കുന്നു. NSS എന്ന സംഘടന, ഭൂമിത്ര ഒക്കെ അതിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സാമൂഹ്യ സേവന മേഖലയിൽ ശ്ലാഘനീയമായിട്ടുള്ള സേവനം നൽകി വരുന്ന NSSൻ്റെ കയ്യൊപ്പ് ആ ബയോ പാർക്കിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത്, അതിൻ്റെ ചുമതല കൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനാണ് ഉള്ളത് എന്ന കാര്യത്തിൽ അവരെയും അതിൽ ഈ ബയോ പാർക്കിൻ്റെ സാക്ഷാത്കാരത്തിന് കൈകോർത്ത് പിടിച്ച ഏവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. മറ്റൊരു കാര്യം, വാണി എന്ന വർക്ക്ഷോപ്പിൻ്റെ ഇനോഗ്രേഷനാണ്. വൈബ്രൻ്റ് അഡ്വക്കസി ഫോർ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് നർച്ചറിങ് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് എന്നുള്ളതാണ് ഈ വാണി എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം. നമ്മളിപ്പോൾ പ്രാദേശിക ഭാഷകളുടെ പ്രചരണത്തിനും അവയുടെ സംസ്ഥാപനത്തിനുമൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യാ മേഖലയിൽ മാതൃഭാഷയിലൂടെയുള്ള പഠനത്തെക്കുറിച്ചുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ്. ഇപ്പം നമ്മുടെ മലയാളം സർവകലാശാല സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗിക്കുന്ന പദാവലികളുടെ മലയാള രൂപം, അതിൻ്റെ മലയാള തർജ്ജമ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉടനെ തന്നെ ഈ ഒരു പഴം തിന്നാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കടുത്ത പുറന്തോട് പൊട്ടിച്ചിട്ട് അകത്തേക്ക് ചെല്ലാൻ സമയമെടുക്കുമല്ലോ ചില സന്ദർഭങ്ങളിൽ. പക്ഷേ നേരിട്ട് കുട്ടികൾക്ക് ആ പുറന്തോട് കടിച്ചു പൊട്ടിക്കാതെ, ഭാഷയുടെ പുറന്തോട് കടിച്ചു പൊട്ടിക്കാതെ നേരെ വിഷയത്തിലേക്ക് കടക്കാൻ സഹായകരമാണ് മാതൃഭാഷയിലുള്ള പഠനം എന്നുള്ളത് സംശയരഹിതമായ കാര്യമാണ്. പക്ഷേ ആഗോളവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടുതലായിട്ട് ടെക്നിക്കൽ ടേംസ് കടന്നു വരികയും അതിന് സമാനമായ തർജ്ജമ മാതൃഭാഷകളിലും പ്രാദേശിക ഭാഷകളിലും ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെ തന്നെ ആധാരമാക്കി സ്വീകരിക്കേണ്ടി വരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് പോകാനുള്ള സാഹചര്യം കൂട്ടായി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു ജനത എന്നുള്ള നിലയിൽ നമ്മുടെ സർവൈവലിന് അത്യാവശ്യമാണ്. ആ നിലയ്ക്ക് കൂടിയുള്ള ഒരു കാൽവയ്പ്പാണ് ഈ റീജിയണൽ ലാംഗ്വേജിലുള്ള ശാക്തീകരണ പരിപാടികൾ. അതും വളരെ സന്തോഷപൂർവ്വം തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ്. വിഷയവും വളരെ കാലത്തിന് ചേർന്ന കാലിക പ്രസക്തിയുള്ള വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം ഊർജ രംഗത്ത് ഒട്ടേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. മനുഷ്യരുടെ വികസനത്തെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ, അല്ലെ, ആഡംബര കാറുകളിലും AC-കളിലും ഒക്കെ അവ പുറന്തള്ളുന്ന കാർബൺ വികിരണങ്ങളാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളിക്ക് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് വലിയ വിപര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലൊക്കെ സന്തുലിതമായിട്ടുള്ള ഒരു ജീവിതം, വികസനത്തെ സംബന്ധിച്ചുള്ള സ്ഥായിയായ വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ഒക്കെ തന്നെ അധ്യാപകരിലേക്ക് പകർന്നു നൽകുക എന്ന് പറഞ്ഞാൽ അത് വിദ്യാർത്ഥികളിലേക്ക് പോവുക എന്നുള്ളതാണല്ലോ അർത്ഥം. അപ്പോൾ തീർച്ചയായും ഈ മഹനീയമായ ആശയങ്ങൾ ഭൂമിയും മനുഷ്യരും തമ്മിലുള്ള ജൈവബന്ധം ഉറപ്പിച്ചെടുക്കുന്ന രീതിയിൽ ഊർജ സംരക്ഷണത്തിനു വേണ്ടി എങ്ങനെ കൈകോർക്കാം എന്നുള്ള ആ പഠനം, അതിൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഊർജത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ച് നൽകാൻ കഴിയും സമൂഹത്തിന്. വളരെ വൈറ്റലായിട്ടുള്ള ഒരു കാര്യമാണത്. ഇപ്പം തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ മേഖലയിലൊക്കെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ നല്ല സംഭാവനകളാണ് നൽകുന്നത്. ഊർജം സംരക്ഷിക്കുന്ന വാഹനങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കുന്ന ആ പ്രവർത്തനം ഏറ്റെടുക്കുകയും ഇൻ്റർനാഷണലായിട്ടുള്ള മത്സരങ്ങളിൽ 1ാം സ്ഥാനത്തൊക്കെ എത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ.
ഊർജ സംരക്ഷണത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ ചിരട്ടയിൽ നിന്ന് സൂപ്പർ കപ്പാസിറ്ററുകൾ ഉണ്ടാക്കുന്ന ഒരു ഗവേഷണം നമ്മുടെ ഗവൺമെൻറ് വിമൻസ് കോളേജ് തിരുവനന്തപുരം നടത്തുകയുണ്ടായി. അവർക്ക് അതിൻ്റെ പേറ്റൻറ്റിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ LBS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അടുത്ത വർഷം ഊർജ സംരക്ഷണത്തിന് ഉതകുന്ന ഒരു ഉൾപ്പെടലായിട്ടുള്ള സഹായം ഏത് മേഖലയിൽ നിന്ന് ലഭ്യമായാലും അത് സ്വീകരിക്കാൻ കേരളത്തിന് ഇന്ന് പക്വമാണ്, അതിന് സജ്ജമാണ് എന്ന് കൂടി സന്തോഷപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസിൽ നടക്കട്ടെ. സർക്കാരും സമൂഹവും ജനപ്രതിനിധികളും സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായ മുഴുവൻ പേരും കൈകോർത്ത് പിടിച്ചു നിന്നുകൊണ്ട് നമ്മുടെ മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കിയെടുക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തും പുറത്തും പറയുന്നത് പോലെ ലോകോത്തര നിലവാരമുള്ള ഇൻ്റർനാഷണൽ ഹബ്ബായിട്ട് ഹയർ എഡ്യൂക്കേഷൻ്റെ അന്തർദേശീയ ഹബ്ബാക്കിയിട്ട് നമുക്ക് കേരളത്തെ മാറ്റാൻ സാധിക്കും. നമ്മുടെ ഇതപര്യന്തമുള്ള ചരിത്രം അതാണ് സൂചിപ്പിക്കുന്നത്. വൈജ്ഞാനിക മേഖലയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ. ആർക്കും അത് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ജൈത്രയാത്രയിൽ പതാകവാഹകരായി മുന്നോട്ട് നടക്കാൻ LBS എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു.